ഹലോ, വെൽക്കം ബാക്ക് ടു ആമിൻസ് കിച്ചൻ. ഇന്നൊരു സ്പെഷ്യൽ ക്യാമൽ റോസ്റ്റിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ ഒരു ഗമാഷ് ഫെസ്റ്റിവൽ ഉണ്ട് സൗദിയിൽ നടന്നിരുന്നത്. അപ്പോൾ അതിന് പോയ കുറച്ച് ഡീറ്റെയിൽസും കൂടിയിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 1 കിലോ ക്യാമൽ മീറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. വിത്ത് ബോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ മീറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ടയും, ഒരു 4 ഏലക്കായും 4 ഗ്രാമ്പും കൂടി ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, കഴുകി വൃത്തിയാക്കിയ മല്ലിയില 1/2 കപ്പ് ചേർക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇതുകൂടി ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അരച്ചെടുത്ത മസാല നമ്മൾ മീറ്റിലേക്ക് ചേർത്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി പുരട്ടി 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കണം. ക്യാമൽ മീറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ 2 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. ബീഫൊക്കെ ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലിട്ട് ഒരു 4 വിസിലടിച്ച ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് 5ാമത്തെ വിസിൽ വരാനാവുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് പിന്നീട് എയർ പോകുന്നത് വരെ അടച്ചു വെക്കണം. കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പറ്റുള്ളൂ. കുക്കർ തുറന്ന ശേഷം മീറ്റിൻ്റെ വേവൊന്ന് ചെക്ക് ചെയ്യാം. നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അടുത്തതായി നമുക്ക് ഈ മീറ്റ് എങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാന് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കണം. ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി ചതച്ചതും ഒരു 6-7 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കണം. ഒരു 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം സവാള നന്നായി വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുത്ത ശേഷമാണ് നമുക്കിതിലേക്ക് വേവിച്ച മീറ്റ് ചേർക്കേണ്ടത്. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ഒക്കെ വഴന്ന ശേഷം ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച മസാലയോട് കൂടിയുള്ള മീറ്റ് ചേർത്ത് കൊടുക്കണം. നമ്മൾ വേവിച്ചപ്പോൾ ഉള്ള ഗ്രേവിയോട് കൂടി മുഴുവനായിട്ട് ചേർക്കണം. ആ ഗ്രേവിയിൽ കടന്ന് വേണം ഇനി ഈ മീറ്റ് കുറുകി വരാൻ. തീ ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം ഗ്രേവി നന്നായി തിക്കാക്കി എടുക്കണം. മസാല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്രേവി ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം. തിക്കായി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 10-15 കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള തിക്നെസ് ആകുമ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. നല്ല നാടൻ രീതിയിൽ ബീഫ് റോസ്റ്റ് പോലെ തന്നെ തയ്യാറാക്കിയ ഈ ക്യാമൽ റോസ്റ്റും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു ഗമാഷ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ എക്സിബിഷൻ പോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര നീറ്റായിട്ട്. ഇതിപ്പോൾ ഒരു ബീച്ച് സൈഡിലാണ്, അപ്പുറത്ത് ബീച്ചാണ്, അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇവർ ഈ എക്സിബിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഈ ലക്ഷറീസ് ബൈക്കൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇതിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കാം, ഓടിച്ച് നോക്കണമെങ്കിൽ ഓടിച്ച് നോക്കാം, എല്ലാ പെർമിഷനും ഉണ്ട്. മെയിനായിട്ട് എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം തന്നെയാണ്. വിൻ്റർ ക്ലോത്ത്സ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൻ്റെ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ലേഡീസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊന്നും വീഡിയോ ക്ലിപ്സ് എടുക്കാൻ പറ്റില്ല. എക്സിബിഷൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഈ വിൻ്റർ ക്ലോത്ത്സൊക്കെ നല്ല ചീപ്പ് റേറ്റിലാണ് നമുക്ക് കിട്ടുക. സോക്സ്, മിറ്റൻസ്, അതുപോലെ തന്നെ ക്യാപ്സ് എല്ലാം കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സാധാരണ എക്സിബിഷൻ പോലെ എല്ലാ ദിവസവും ഇല്ല. ഈ ഗമാഷ് ഫെസ്റ്റിവൽ ആകെ വീക്കെൻഡ് ഡേയ്സിൽ, അതായത് വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എക്സിബിഷൻസ് ആയാലും ഫെസ്റ്റിവൽസ് ആയാലും ഒക്കെ ഉണ്ടാവുന്ന ഒരു കൗണ്ടറാണ് ഈ അറബിക് സ്പൈസസിൻ്റെ കൗണ്ടർ. സ്പൈസസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ നല്ല സ്മെല്ലും നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അറബിക് സ്വീറ്റാണ്. ലുക്കൈമത്ത് എന്ന് പറയും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ബാറ്റർ പ്രിപ്പയർ ചെയ്ത ശേഷം ഇതുപോലെ ബോൾസ് ആക്കി എണ്ണയിലിട്ട് പൊരിച്ചിട്ട് അതിലേക്ക് നമ്മൾ സിറപ്സ് ഒഴിക്കുകയാണ്. അത് ഈ ഷുഗർ സിറപ്പ് ഒഴിക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒഴിക്കാം, നമുക്ക് ഹണി ചേർക്കാം. ഞങ്ങളിപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പും ഹണിയും രണ്ടിൻ്റെ മിക്സാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഡെസേർട്ടാണിത്, മഗ്സൂബ്. ഇതിലും ഹണിയാണ് മെയിനായിട്ട്. ഹണി, ക്രീം, റൊട്ടി, ബനാന ഇതെല്ലാം കൂടി വരുന്നൊരു മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി ഡെസേർട്ടാണിത്.